അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, സയൻസ് ഗൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രജ്വൽ, ബാച്ചലർ ഓഫ് സയൻസ് ഇൻ കെമിസ്ട്രി. ഓക്കെ, നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിൻ്റെ 3ാമത്തെ ചാപ്റ്ററായ പീരിയോഡിക് ടാബ്ലം ഇലക്ട്രോൺ വിന്യാസം എന്നുള്ള ചാപ്റ്ററാണ്. ഓക്കെ, പീരിയോഡിക് ടാബ്ലം ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നുള്ള ചാപ്റ്റർ. ഓക്കെ, എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായി തന്നെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഈ വീഡിയോ മാത്രമല്ല, ഈ ചാപ്റ്ററിൻ്റെ സമയത്ത് നിങ്ങൾ ക്ലാസ് ക്ലിയറായി അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം അറ്റൻഡൻസ് ഉണ്ടാവാൻ ശ്രമിക്കുക ക്ലാസ്സിൽ. എന്താ വെച്ചാൽ ഇത് കുറച്ചും കൂടി ടഫായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ഈ 3ാമത്തെ ചാപ്റ്റർ തന്നെ കുറച്ചും കൂടി ടഫായിട്ടുള്ള ടോപ്പിക്കാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലാണ്. അപ്പോൾ ആ ഇലക്ട്രോണിൻ്റെ ഫില്ലിങ്ങും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം നിങ്ങൾ ഒരു ക്ലാസ് ഇപ്പോൾ കട്ടാക്കി എന്ന് വിചാരിച്ചോ, ഒരു ക്ലാസ് കട്ടാക്കിയാൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ നഷ്ടം. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫസ്റ്റ്, അതായത് തുടങ്ങുമ്പോൾ മുതൽ എൻഡിങ് വരെ എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് പോകേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഒരു ദിവസം ലീവ് ആക്കി എന്ന് വിചാരിച്ചോ, അപ്പോൾ നിങ്ങൾക്ക് അത്രയും കാര്യം അതിൽ നിന്ന് മിസ്സാവും. ഓക്കെ, അത്രയും കാര്യം മനസ്സിലായി മിസ്സായാൽ നിങ്ങൾക്ക് എന്താ പറയുക, പിറ്റേ ദിവസം നിങ്ങൾക്ക് സാറ് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും തിരിയില്ല. ഓക്കെ, ഇത് എവിടെ നിന്ന് വന്നതാ, ഇതെങ്ങനെ വന്നതാ, ഒന്നും തിരിയില്ല. ഓക്കെ, അപ്പോൾ മാക്സിമം ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഒരാളെ ക്ലാസ്സാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് അവരുടെ തന്നെ ക്ലാസ് കാണാൻ ശ്രമിക്കുക. ഓക്കെ, എല്ലാവരും ഈ ചാപ്റ്റർ പഠിപ്പിക്കുന്ന രീതി ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് എടുക്കാം. എന്താണ് മക്കളെ ഒരു പീരിയോഡിക് ടേബിൾ? ഓക്കെ, പീരിയോഡിക് ടേബിൾ ചിലവരൊക്കെ കണ്ടിട്ടുണ്ടാവും, ചിലവരൊക്കെ എന്താ പറയുക, അതിൻ്റെ എലമെൻറ്റ്സ് എല്ലാം കണ്ടിട്ടുണ്ടാവും. ചില സ്കൂളൊക്കെ ലാബിൽ അതിൻ്റെ എലമെൻറ്റ്സ് ഒക്കെ കാണിച്ചിട്ടുണ്ടാവും. ചില സ്കൂളിൽ പീരിയോഡിക് ടേബിൾ കാണിച്ചിട്ടുണ്ടാവും. എന്താണ് പീരിയോഡിക് ടേബിൾ, എങ്ങനെയാണ് പീരിയോഡിക് ടേബിൾ ഉള്ളത്. ബട്ട് ചില കുട്ടികൾക്ക് പീരിയോഡിക് ടേബിൾ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോഴും അറിയില്ല. ഓക്കെ, എന്താണ് ഒരു പീരിയോഡിക് ടേബിൾ എന്ന്? ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ബേസിക് നമുക്ക് തുടങ്ങാം. ഓക്കെ, പീരിയോഡിക് ടേബിൾ എന്താണെന്ന് തുടങ്ങിയിട്ട് നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, ഇതാണ് മക്കളെ നമ്മളെ പീരിയോഡിക് ടേബിൾ. ഓക്കെ, ചില കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? ചില കുട്ടികൾ കണ്ടിട്ട് മീൻസ് അവരതിനോട്ടുള്ള എഫേർട്ട് എടുത്തിട്ടുള്ള. ചില കുട്ടികളൊക്കെ 9ലൊക്കെ അത് കണ്ടിട്ടുണ്ടാവും. ബുക്കിൻ്റെ ബാക്കിലൊക്കെ ഉണ്ട്, 9ാം ക്ലാസ്സിൻ്റെ ബുക്കിൻ്റെ ബാക്കിലൊക്കെ ഉണ്ട്. പിന്നെ ചില കുട്ടികൾ മൈൻഡ് ആക്കാതെ പോയിട്ടുണ്ടാവും. ഓക്കെ, എന്തായാലും നമുക്ക് പ്രശ്നമില്ല, നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാം. ഓക്കെ, പീരിയോഡിക് ടേബിൾ എന്താണ്? ഓക്കെ മക്കളെ, പീരിയോഡിക് ടേബിൾ എന്ന് വെച്ചാൽ അതായത് നമ്മളെ ആറ്റങ്ങളെല്ലാം ഉണ്ടല്ലോ, ഈ ആറ്റങ്ങളെ അതിൻ്റെ അറ്റോമിക് നമ്പറായിട്ട്, ഓക്കെ, നമ്മുടെ എലമെൻസിനെ അതിൻ്റെ അറ്റോമിക് നമ്പറുമായിട്ട് തരയുമ്പോൾ, ഓക്കെ, അറ്റോമിക് നമ്പറിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ തരംതിരിച്ച് വെച്ചിരിക്കുന്ന ഒരു പട്ടികയാണ് നമ്മൾ നോർമലി പീരിയോഡിക് ടേബിൾ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ മക്കളെ എന്തായി ആറ്റോമിക് നമ്പർ? ഓക്കെ, ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഒരു ആറ്റത്തിലുള്ള ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും എണ്ണത്തിനെയാണ് നമ്മൾ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ആറ്റോമിക് നമ്പർ പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും എണ്ണത്തിനെയാണ് നമ്മൾ എന്താ പറയുക, ആറ്റോമിക് നമ്പർ എന്ന്. ബട്ട് ഇത് ഒരു കോമൺ എന്താ വെച്ചാൽ ഇത് രണ്ടും സെയിം ആയിരിക്കും. ഓക്കെ, ഒരു ആറ്റം എടുത്താൽ അതിലുള്ള ഇലക്ട്രോൺസിൻ്റെയും അതുപോലെ തന്നെ പ്രോട്ടോൺസിൻ്റെ എണ്ണം സെയിം ആയിരിക്കും. ഓക്കെ, സെയിം എമൗണ്ട് ആണ്. ഇപ്പോൾ ഒരാറ്റത്തിന് 2 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ അതിന് 2 ഇലക്ട്രോൺ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ 4 എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. ഓക്കെ, 2 എന്നാണ് പറയേണ്ടത്. അത് നമ്മൾ പറയുമ്പോൾ പ്ലസ് അല്ല പറയല്. ഓക്കെ, അറ്റോമിക് നമ്പർ ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ല, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓർ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് എന്താ പറയുക, നമ്മുടെ ആറ്റോമിക് നമ്പർ എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ഇതിൽ നമുക്ക് കാണാം അറ്റോമിക് നമ്പർ കൊടുത്തിട്ടുണ്ട്, എലമെൻസും കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ സൈഡിൽ നമുക്ക് കുറച്ച് നമ്പേഴ്സ് കാണുന്നുണ്ട് അല്ലേ മക്കളെ? ഓക്കെ, പീരിയോഡിക് ടേബിൾ നമുക്കറിയാം, പീരീഡ് ഉണ്ട്, ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, പീരീഡും ഉണ്ട്, ഗ്രൂപ്പും ഉണ്ട്. ഓക്കെ മക്കളെ, അപ്പോൾ ഈ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇതാവണ്ടേ, ഇവിടുന്ന് ഞാൻ മാർക്ക് എടുക്കാം. ഇതാണ് നമ്മുടെ പീരീഡ്. ഓക്കെ, ഇങ്ങനെ താഴേക്ക് വരുന്നില്ലേ, ഈ താഴോട്ടൊക്കെ വരുന്ന ഇതിനെയാണ് നമ്മൾ പീരീഡ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ പീരീഡ് എന്താണെന്ന് മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി എന്താ മക്കളെ ഗ്രൂപ്പ്? ഓക്കെ, ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഇതുപോലെ പോകുന്നില്ലേ, ഇങ്ങനെ, ഇതാണ് നമ്മുടെ ഗ്രൂപ്പ്. ഇതിനാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയാം. ഓക്കെ, അതായത് മക്കളെ എന്താ വെച്ചാൽ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് താഴോട്ട് വരുന്നത്, ഓക്കെ, ഇങ്ങനെ താഴോട്ടേക്ക് പോകുന്നത് നമ്മുടെ പീരീഡും, അതുപോലെ തന്നെ ഹൊറിസോണ്ടലി ഇങ്ങനെ പോകുന്നില്ലേ, ഇങ്ങനെ ഹൊറിസോണ്ടലി ആയിട്ട് പോകുന്നുള്ളത് നമ്മുടെ ഗ്രൂപ്പുമാണ്. ഇതിനാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ടോട്ടൽ 7 പീരീഡും 18 ഗ്രൂപ്പാണ് ഉള്ളത്. ഓക്കെ, 7 പീരീഡും 18 ഗ്രൂപ്പ്.
ഇതിൽ നമുക്ക് ഒരു എലമെൻറ്റ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഓക്കെ, 7ാമത്തെ പീരീഡിലും അതുപോലെ 9ാമത്തെ ഗ്രൂപ്പിലുള്ള ഒരു എലമെൻറ്റ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂലേ ഇതിൽ? ഓക്കെ, 9ാമത്തെ ഗ്രൂപ്പും 7ാമത്തെ പീരീഡും ഏതാ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിവിടെ കണ്ടു 7ാമത്തെ പീരീഡ് ഇവിടെയാണുള്ളത്. ഓക്കെ, 9ാമത്തെ ഗ്രൂപ്പ് ഇത്. ഓക്കെ, ഇനി ഞാൻ ഇവിടുന്ന് താഴേക്ക് ഒരു ലൈൻ വരക്കുകയാണ്. ഓക്കെ, 9ാമത്തെ ഗ്രൂപ്പ്. ഇനി 7ാമത്തെ പീരീഡ് നോക്കുകയാണ്. ഓക്കെ, എം ടിൻ്റെ അർത്ഥം എന്താ മക്കളെ? എം ടി എന്ന് പറഞ്ഞാൽ ഏത് മെറ്റലാണ്? മെയ്റ്റ്നേറിയം അല്ലേ? മെയ്റ്റ്നേറിയം എന്ന് പറഞ്ഞൊരു എലമെൻ്റ് ആണ് അത്. ഓക്കെ, അപ്പോൾ നമ്മളതിൻ്റെ കറക്റ്റ് അഡ്രസ്സാണ് പറഞ്ഞത് അല്ലേ? 9ാമത്തെ ഗ്രൂപ്പും 7ാമത്തെ പീരീഡും അത് ഒറ്റൊരു എലമെൻ്റേ ഉള്ളൂ. അതാണ് മെയ്റ്റ്നേറിയം. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ നിങ്ങളോട് വേണ്ട ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. എനിക്ക് എന്താ പറയുക, നമ്മുടെ 6ാമത്തെ ഗ്രൂപ്പും 4ാമത്തെ പീരീഡുള്ള ഒരു എലമെൻറ്റ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയുകയാണ്. ഓക്കെ, 6ാമത്തെ ഗ്രൂപ്പ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആദ്യം 4ാമത്തെ ഇതിൽ നിന്ന്, ഓക്കെ, 4ാമത്തെ പീരീഡിൽ നിന്നും 6 വരെ ഒരു ലൈൻ വരച്ചു. ഓക്കെ, അതിനുശേഷം 6ാമത്തെ ഗ്രൂപ്പ് ഇതല്ലേ മക്കളെ? അതേതാണ്? അത് ഏത് എലമെൻ്റാണ്? ഓക്കെ, അത് ക്രോമിയം അല്ലേ? ക്രോമിയം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇതിനെ കണ്ടുപിടിക്കുന്നത്, നമ്മളെ എലമെൻസിനെ കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാം 2 ആൾക്കാർ. ഓക്കെ, ഇവിടെയുള്ള, അതായത് ഇവിടെയുള്ള 2 പേരെ ഇവിടെ താഴെ തരം തിരിച്ച് വെച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് മക്കളെ അങ്ങനെ വെച്ചിരിക്കുന്നത്? കാരണം എന്ന് വെച്ചാൽ ഇവരുടെ ആറ്റോമിക് നമ്പർ കൂടുതലാണ്. ഓക്കെ, ഇവരുടെ ആറ്റോമിക് നമ്പർ കൂടുതലാണ്. അതുപോലെ തന്നെ ഇവർ ഫില്ല് ചെയ്യുന്നത് എഫ് സബ്ഷെല്ലാണ്. ഓക്കെ, എഫ് സബ്ഷെല്ലാണ് ഇവർ ഫില്ല് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവരെ തന്നെ വേറെ തന്നെ മാറ്റിയിരുത്തിയിരിക്കുന്നത്. ഓക്കെ, അതിനു മുമ്പുള്ളതെല്ലാം ഡി വരെയുള്ളൂ, ഏകദേശം ഡി വരെ ഫില്ല എന്നാണ് മുകളിലുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഇവരിൽ ചിലവർ, ഓക്കെ, ഇതിൽ ചിലവരൊക്കെ റേഡിയോ ആക്റ്റീവ് കാണിക്കുന്നവരാണ്, റേഡിയോ ആക്റ്റീവ് സ്വഭാവം കാണിക്കുന്നവരാണ്. അതായത് യുറാനിയം, പ്ലൂട്ടോണിയം, നെപ്റ്റ്യൂണിയം, ഓക്കെ, ഇതുപോലത്തെ എലമെൻറ്റ്സ് എല്ലാം റേഡിയേഷൻ പുറപ്പെടുവിക്കും. ഓക്കെ, പുറപ്പെടുവിക്കും. ഈ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? റേഡിയേഷനെ അറിയുമോ? ഓക്കെ, റേഡിയേഷൻ എന്ന് വെച്ചാൽ അതായത് എനർജി സോഴ്സസ് ആണ്. ഓക്കെ, എനർജീസ് ആണ് ഒരു ടൈപ്പ്. റേഡിയേഷൻ എന്ന് വെച്ചാൽ ഒരു ടൈപ്പ് എനർജിയാണ്. അത് വേവ്സ്, അതായത് വേവ്സ് പോലെയാണ് അത് മൂവ് ചെയ്യുന്നത്. പാർട്ടിക്കിൾസ് ആയി വേവ്സ് ആയിട്ടാണ് അത് മൂവ് ചെയ്യുന്നത്. ഓക്കെ, വേവ് പാർട്ടിക്കിൾസ് ആയിട്ടാണ് അത് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ റേഡിയേഷനെ കുറിച്ച് അധികം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് +2 സയൻസ് എടുക്കുന്ന കുട്ടികളെല്ലാം ആണ് നല്ലോണം അതിനെക്കുറിച്ച് പഠിക്കേണ്ട ആവശ്യമുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, ഇപ്പോൾ ഈ പീരിയോഡിക് ടേബിളിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവരെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അവരെനിക്ക് കമൻറ്റ് ചെയ്താൽ ഞാൻ അത് ഒന്നും കൂടി വീഡിയോ ചെയ്ത് മനസ്സിലാക്കി തരാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ടോപ്പിക്ക് പോവാം. ഓക്കെ, ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞു ക്വാണ്ടം നമ്പർ. എന്താ മക്കളെ ഈ ക്വാണ്ടം നമ്പർ? ആർക്കെങ്കിലും അറിയാം ക്വാണ്ടം നമ്പർ എന്താണെന്ന്? നമ്മുടെ ചാപ്റ്ററിനകത്തേക്ക് കടന്നിട്ടാകുമ്പോൾ തന്നെ ആദ്യത്തെ ടോപ്പിക് തന്നെയാണ് ക്വാണ്ടം നമ്പർ. എന്താണ് മക്കളെ ക്വാണ്ടം നമ്പർ? ഓക്കെ, നമുക്ക് നോക്കാം ക്വാണ്ടം നമ്പർ എന്താണ്. A quantum number is a number that describes the position and behavior of an electron in an atom. അതായത് നമ്മുടെ ക്വാണ്ടം നമ്പർ എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് വെച്ചാൽ ഒരു ഇലക്ട്രോണിൻ്റെ പൊസിഷനെയും അതുപോലെ തന്നെ അതിൻ്റെ ബിഹേവിയറിനെയാണ് നമ്മുടെ ക്വാണ്ടം നമ്പർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് ടെൽസ് us where an electron is located and how it moves around the nucleus. അതായത് ഒരു ഇലക്ട്രോൺ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് ഒരു ആറ്റത്തിൽ ആ ഇലക്ട്രോൺ എവിടെയാണ് ഉള്ളത്, അതുപോലെ തന്നെ അതിൻ്റെ എന്താ പറയുക, അത് എങ്ങനെയാണ് ന്യൂക്ലിയസിന് ചുറ്റും വലം വെക്കുന്നത് എന്ന്. ഓക്കെ, അപ്പോൾ കുറച്ച് ടേംസ് ഞാൻ ഇവിടെ പറഞ്ഞു. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂക്ലിയസ്. ഓക്കെ, ഇതൊക്കെ എന്താ മക്കളെ? ഓക്കെ, ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് ആണ്. ഓക്കെ, നെഗറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ഇലക്ട്രോൺ എന്ന് പറയുക. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സൂര്യനാണ് നമ്മുടെ ന്യൂക്ലിയസ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ന്യൂക്ലിയസിന് ചുറ്റും നമ്മൾ ഗ്രഹങ്ങൾ കറങ്ങുന്നില്ലേ? ഓക്കെ, സൂര്യന് ചുറ്റും നമ്മൾ ഗ്രഹങ്ങൾ കറങ്ങുന്നില്ലേ? അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോൺസും കറങ്ങും. ഓക്കെ, അതാണ് നമ്മുടെ ഇലക്ട്രോൺസ്. അതുപോലെ തന്നെ പ്രോട്ടോൺസ് പറഞ്ഞാൽ നമ്മുടെ ന്യൂക്ലിയസിനകത്തുള്ള ഒരു സംഭവമാണ് പ്രോട്ടോൺസും. ഈ ന്യൂട്രോൺസും പ്രോട്ടോൺസും പറഞ്ഞാൽ നമ്മുടെ ന്യൂക്ലിയസിനകത്തുള്ള ഒരു സംഭവമാണ്. അതായത് ഇത് രണ്ടും ന്യൂട്രോൺസും പ്രോട്ടോൺസും ചേർന്നിട്ടാണ് നമ്മുടെ ന്യൂക്ലിയസ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. There are 4 types of quantum number. ഓക്കെ, ഏതൊക്കെയാണെന്ന് നോക്കാം.
പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ. എന്തൊക്കെയാണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ. ഇവ നാലുമാണ് നമ്മുടെ ക്വാണ്ടം നമ്പേഴ്സ്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് സ്പിൻ ക്വാണ്ടം നമ്പർ അങ്ങ് അവോയ്ഡ് ചെയ്യുക, കാരണം നിങ്ങൾക്ക് സ്പിൻ ക്വാണ്ടം നമ്പർ ഇവിടെ പഠിക്കാനില്ല. ഓക്കെ, സ്പിൻ ക്വാണ്ടം നമ്പർ +2 സയൻസ് എടുക്കുന്ന കുട്ടികളാണെങ്കിൽ സ്പിൻ ക്വാണ്ടം നമ്പർ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വലുതായിട്ട് പഠിക്കാനൊന്നുമില്ല. അതായത് നമ്മുടെ ഇലക്ട്രോണിൻ്റെ റൊട്ടേഷനെയാണ് നമ്മൾ സ്പിൻ ക്വാണ്ടം നമ്പർ യൂസ് ചെയ്തിട്ട് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല. ലീവ് റൊട്ടേറ്ററി, ഡെക്സ്ട്രോ റൊട്ടേറ്ററി എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഡിഗ്രി ആ ഒരു ലെവലിൽ എത്തുമ്പോഴേ അത് പഠിക്കാനുള്ളൂ. ഓക്കെ, അതല്ലാതെയുള്ള ഈ 3 എണ്ണം, ഓക്കെ, ഈ 3 എണ്ണം നമുക്ക് ഇന്നിവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, അതെന്താണ് നമുക്ക് നോക്കാം. ആദ്യം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. എന്താ മക്കളെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ? ഷോസ് ദി മെയിൻ എനർജി ലെവൽ ഷെൽ ഓഫ് ആൻ ആറ്റം, ഇലക്ട്രോൺ. അതായത് മെയിൻ ഷെല്ല് നമുക്കറിയാം. എത്ര ഷെല്ലുകളുണ്ട് നമുക്ക്? ഓക്കെ, എത്ര ഷെല്ലുകളുണ്ട് നമുക്ക്? മെയിനായിട്ട് 4 ഷെല്ലുകളാണ് ഉള്ളത്. ഓക്കെ, 4 മെയിൻ ഷെല്ലും അതുപോലെ തന്നെ എത്ര സബ് ഷെല്ലുണ്ടെന്നറിയോ? എത്ര സബ് ഷെല്ലാണ് നമുക്കുള്ളത്? ഓക്കെ, 4 സബ് ഷെല്ലാണ് നമുക്കുള്ളത്. അതേപോലെ തന്നെ 4 മെയിൻ ഷെല്ല്, 4 സബ് ഷെല്ല്. ഏതൊക്കെയാണ് നമ്മുടെ മെയിൻ ഷെല്ല്? ഓക്കെ മക്കളെ, മെയിൻ ഷെല്ല് എന്ന് പറയുന്നത് കെ, എൽ, എം ആൻഡ് എൻ. ഇവരാണ് നമ്മുടെ മെയിൻ ഷെല്ലുകൾ. ഓക്കെ, ഇനി സബ് ഷെല്ലുകൾ ഏതാണ്? ഓക്കെ, സബ് ഷെല്ല് എന്ന് പറയുന്നത് എസ്, പി, ഓക്കെ, ഡി ആൻഡ് എഫ്. സബ് ഷെല്ലുകളെ നമ്മളെപ്പോഴും സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടും മെയിൻ ഷെല്ലുകളെ നമ്മളെപ്പോഴും ബിഗ് ലെറ്റേഴ്സ്, അതായത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ആക്കിയിട്ടാണ് നമ്മൾ ഷോ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ KLM എന്നാണ് നമ്മൾ ഷെല്ലെന്ന് പറഞ്ഞു. ഓക്കെ, ഇവരുടെയൊക്കെ സ്ഥാനങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, കേക്കുള്ളത് 1ാം സ്ഥാനം. ഓക്കെ, K ബിലോങ്സ് ടു ഫസ്റ്റ്. ഓക്കെ, അതുപോലെ തന്നെ L സെക്കൻഡ്. ഓക്കെ, അതുപോലെ തന്നെ M തേർഡ്, N ഫോർത്ത്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വാണ്ടം നമ്പർ. കെ ഷെല്ലിൻ്റെ ക്വാണ്ടം നമ്പർ എത്രയാണ്? 1. അതുപോലെ തന്നെ എൽ ഷെല്ലിൻ്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 2. അതുപോലെ എം ഷെല്ലിൻ്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 3. അതുപോലെ തന്നെ എൻ ഷെല്ലിൻ്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 4. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഓർത്ത് വെക്കേണ്ട കാര്യമാണ് കേട്ടോ. ഇതെന്തായാലും ഓർത്ത് വെക്കണേ. ഓക്കെ, ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് നമ്മുടെ സബ് ഷെല്ലാണ്. ഓക്കെ, സബ് ഷെല്ലിനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് മക്കളെ സബ് ഷെല്ലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് അറിയോ? ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. ഓക്കെ, അവിടെ എത്തുമ്പോഴത്തേക്ക് ക്വാണ്ടം നമ്പർ മാറിടാം. ഓക്കെ, നമ്മൾ മുമ്പ് പഠിച്ചത് ഏതാണ്? നമ്മൾ മുമ്പ് പഠിച്ചത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഏതിനെയാണ് സൂചിപ്പിക്കുന്നത്? അത് നമ്മുടെ മെയിൻ ഷെല്ലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഏതിനെയാണ് സൂചിപ്പിക്കുന്നത്? അത് നമ്മുടെ സബ് ഷെല്ലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, സബ് ഷെല്ലിനെ അതെങ്ങനെയാണെന്ന് നോക്കാം. അത് എൽ. ഓക്കെ, എൽ എന്നുള്ള ലെറ്ററിലാണ് നമ്മൾ സബ് ഷെല്ലിനെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു 4 ടൈപ്പ് ഓഫ് സബ് ഷെല്ലുണ്ട്. ഏതൊക്കെയാണ്? SPDF, SPDF. ഓക്കെ, ഈ 4 സബ് ഷെല്ലാണ് നമുക്കുള്ളത്. ഓക്കെ, അതെവിടെ കൊടുത്തിട്ടുണ്ട്? S ഓർബിറ്റൽ, P ഓർബിറ്റൽ, D ഓർബിറ്റൽ ആൻഡ് F ഓർബിറ്റൽ. ഓക്കെ, ഈ 4 സബ് ഷെല്ലാണ് നമുക്കുള്ളത്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ? ഇത്ര മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്കതൊന്ന് ക്ലിയർ ചെയ്ത് പോകാം. കാരണം എന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടി ടഫായിട്ടുള്ള ടോപ്പിക്കാണ്, അതറിയാം. അതുകൊണ്ട് എന്ത് കമൻറ്റ് ഉണ്ടെങ്കിൽ എന്ത് സംശയം ഉണ്ടെങ്കിൽ കമൻ്റ് അല്ല, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ഞാൻ കമൻറ്റ് ബോക്സ് വായിക്കാറുണ്ട്, ഞാൻ എന്തായാലും റിപ്ലൈ തരും. ഓക്കെ, ഇതെങ്ങനെ കണ്ടുപിടിക്കാമെന്നറിയോ? ഓക്കെ, എസിൻ്റെ വാല്യൂ എത്ര മക്കളെ? എസിൻ്റെ വാല്യൂ ഇവിടെ 0. ഓക്കെ, അതുപോലെ തന്നെ പിയുടെ വാല്യൂ എത്രയാണ്? പിൻ്റെ വാല്യൂ ഇവിടെ 1. ഡിയുടെ വാല്യൂ ഇവിടെ 2. ഓക്കെ, എഫിൻ്റെ വാല്യൂ 3. ഓക്കെ, എസിൻ്റെ വാല്യൂ 0, പിയുടെ വാല്യൂ 1 ആൻഡ് ഡിയുടെ വാല്യൂ 2, എഫിൻ്റെ വാല്യൂ 3. ഓക്കെ, ഇങ്ങനെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിന് നമ്മൾ സിമ്പിളായിട്ട് കണ്ടുപിടിക്കുന്ന വേറൊരു രീതിയുണ്ട്. എങ്ങനെയാണ് അറിയാം മക്കളെ? നമുക്കിപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ തന്നിട്ടുണ്ട്. ഓക്കെ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 2 ആണെന്ന് വിചാരിക്കാം. 2 നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ നമ്മളോട് പറഞ്ഞിരിക്കുന്നു അസിമുത്തൽ ക്വാണ്ടം നമ്പർ കണ്ടുപിടിക്കാൻ. അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഞാൻ അതിൻ്റെ എൽ എന്നാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, എൽ എന്നല്ല അതിൻ്റെ ഡിനോട്ടിങ് ഫോം. എൽ എത്രയാണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എത്രയാണ്?
n ഈക്വൽ ടു 2, അതായത് n സ്മോൾ ലെറ്റർ എന്നിലാണ് നമ്മൾ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ സൂചിപ്പിക്കുന്നത്. അസിമുത്തലിനെ ആകുമ്പോൾ എല്ലിലാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, n ഈക്വൽ ടു 2, ദെൻ l ഈക്വൽ ടു വാട്ട് എന്നാണ് നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇനി നമ്മളൊരു ഇക്വേഷൻ യൂസ് ആക്കണം. ഓക്കെ, l ഈക്വൽ ടു, ഓക്കെ ഒന്നിച്ച് പറയണേ, l ഈക്വൽ ടു n മൈനസ് 1. ഓക്കെ, l ഈക്വൽ ടു 1 മൈനസ് 1, സോറി n മൈനസ് 1, l ഈക്വൽ ടു n മൈനസ് 1. ഓക്കെ, ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? l കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് എത്ര തന്നിട്ടുണ്ട്? n ഈക്വൽ ടു 2 ആണ് തന്നിരിക്കുന്നത്. l കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ l ഈക്വൽ ടു 2 മൈനസ് 1, അതല്ലടാ 2 അല്ലേ n ഇവിടെ? ഓക്കെ, ഇവിടെ n 2 ആണ്. ഓക്കെ, മൈനസ് 1. ഓക്കെ, മൈനസ് 1 നമ്മളെ ഇക്വേഷനിലുള്ളതാണ്. മൈനസ് 1 ഈക്വൽ ടു 1. അപ്പോൾ നമ്മുടെ സബ്ഷെൽ ഏതാടാ? സബ്ഷെൽ ഏതാ? പി. ഓക്കെ, പി സബ്ഷെല്ലാണ് ഫില്ലിങ് ചെയ്യുന്നുള്ളത്. ഓക്കെ, 1 ഏതാണ്? നമ്മുടെ പി സബ്ഷെൽ. പി സബ്ഷെൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത് മനസ്സിലാവാത്തവരുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ വീണ്ടും വേറൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്ത് മനസ്സിലാക്കി തരാം. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യം കമൻറ്റ് ചെയ്ത് പറയാം. ഓക്കെ ഓക്കെ ഇപ്പോൾ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പറും അസിമുത്തൽ കോണ്ടന്റ് നമ്പർ എന്താണെന്ന് ഞാൻ മനസ്സിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഏതെന്ന് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ. എന്താടാ ഈ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ? മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ എന്താ? മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ നമുക്ക് നോക്കാം. ഷോസ് ദി ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് ആൻ ഓർബിറ്റൽ ഇൻ സ്പേസ്. അതായത് നമ്മുടെ ഓറിയൻറ്റേഷൻ, അതായത് നമ്മുടെ ഇലക്ട്രോണിൻ്റെ റൊട്ടേഷനെയാണത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, റൊട്ടേഷനെയാണ് നമ്മുടെ ഇലക്ട്രോണിൻ്റെ ഓറിയൻറ്റേഷനെ, അതായത് നമ്മുടെ ഓർബിറ്റലിന് ചുറ്റും നമ്മുടെ ഇലക്ട്രോൺ പോകുന്നുണ്ടല്ലോ, ന്യൂക്ലിയസിന് ചുറ്റും നമ്മളെ ഇലക്ട്രോൺ ഓർബിറ്റ് വഴി ഇങ്ങനെ കറങ്ങി പോകുന്നുണ്ടല്ലോ, അത് ഏത് ഡയറക്ഷനിലോട്ടാണ് കറങ്ങുന്നുള്ളതെന്നാണ് ഈ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ യൂസ് ചെയ്ത് നമ്മൾ പറയുന്നുള്ളത്. ഓക്കെ, അതെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, അത് നമുക്ക് അവിടെ കിട്ടി. നമ്മുടെ സബ്ഷെല്ലിൻ്റെ നമ്പർ നമുക്ക് കിട്ടിയില്ലടാ. സബ്ഷെല്ലിൻ്റെ നമ്പർ നമുക്ക് കിട്ടിയില്ലേ? സബ്ഷെല്ലിൻ്റെ നമ്പർ നമുക്ക് അവിടെ കിട്ടി. അതായത് ആദ്യം നമുക്ക് തന്നു n ഈക്വൽ ടു 2. അത് എന്നതാണ്? പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ. പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ ഇവിടെ തന്നു n ഈക്വൽ ടു 2. ഓക്കെ, ഇനി l ഈക്വൽ ടു 1 നമുക്ക് കിട്ടി. അവിടെ നമുക്ക് l ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഓക്കെ, ഇങ്ങനെ കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുമോ അറിയോ? എളുപ്പവഴിയാണ്. നമ്മൾ ആദ്യം ഒരു നമ്പർ ലൈൻ അങ്ങ് വരക്കും. നമ്പർ ലൈൻ അങ്ങ് വരച്ചു. ഓക്കെ, അതിൽ സെൻറ്ററിൽ നമ്മൾ 0 അടയാളപ്പെടുത്തി. ഓക്കെ, ഇവിടെ L അല്ലേ ഉള്ളത്? L എത്രയാണ്? 1. 1ൻ്റെ മുമ്പിൽ ഞാൻ ഒരു മൈനസും കൂടി ഇട്ടു. ഓക്കെ, ഇവിടെയാണ് -1. ഓക്കെ, -1 ഞാൻ ഇവിടെ രേഖപ്പെടുത്തി. അതുപോലെ തന്നെ 1. അതായത് നമുക്ക് കിട്ടിയ വാല്യൂ ഉണ്ടല്ലോ, എല്ലിൽ കിട്ടിയ വാല്യൂ ഇല്ലേ, ഈ എല്ലിൽ കിട്ടിയ വാല്യൂവിൻ്റെ മുമ്പിൽ ഒരു മൈനസ് ആഡ് ചെയ്തിട്ട് അത് 0ൻ്റെ ലെഫ്റ്റ് സൈഡിലും അതുപോലെ തന്നെ 0ൻ്റെ റൈറ്റ് സൈഡിൽ നമ്മുടെ നോർമലി കിട്ടിയ വാല്യൂ ആഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് നമ്പർ ലൈൻ തന്നെ മനസ്സിലാവുമല്ലോ, -1 -2 എന്നെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾ മാത്സിൽ പഠിക്കുന്നല്ലേ ഇത്. ഓക്കെ, അതിനുശേഷം ഇതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് നോക്കാം. ഓക്കെ, ഇതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? ഇതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? ഓക്കെ, -1 0 1 -1 0 1 എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 1 2 3 3 എലമെൻറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ ഇത് കിട്ടി. ഓക്കെ, മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ എത്രയാണ്? 3 ഇതിൻ്റെ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ. മനസ്സിലായില്ലേ? മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ കണ്ടുപിടിക്കുന്ന രീതിയാണിത്. 3 ഇതിൻ്റെ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ. മനസ്സിലായെന്ന് വിചാരിക്കും. ഇതേപോലെ തന്നെ n ഈക്വൽ ടു 4 ഒന്നും ഇപ്പോൾ നിങ്ങൾക്ക്. ഓക്കെ, n ഈക്വൽ ടു 4, അപ്പോൾ l ഈക്വൽ ടു എത്ര കിട്ടും? 4 - 1 ഈക്വൽ ടു 3 കിട്ടി. നമ്മൾ എന്ത് ചെയ്തു? നമ്പർ ലൈൻ വരച്ചു, ശേഷം 0 അടയാളപ്പെടുത്തി, 1 2 3 3 ലൈൻ ഇങ്ങോട്ട് വരച്ചു, 1 2 3 3 ലൈൻ ഇങ്ങോട്ടും വരച്ചു. ഇനി 1 -2 -3 രേഖപ്പെടുത്തി. അതിനുശേഷം 1 അതായത് +1 +2. ഓക്കെ, +2 ആൻഡ് +3 രേഖപ്പെടുത്തി. ഓക്കെ, ഇതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് നമ്മൾ നോക്കി. ഓക്കെ, 1 2 3 4 5 6 7. ഓക്കെ, 7 എലമെൻറ്റ്സ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. 7 എലമെൻറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ എത്രടാ? 7 ഇതിൻ്റെ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നിങ്ങൾ L എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, L എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ L എഴുതി നമുക്ക് ഇപ്പോൾ 3 കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, നമുക്കിവിടെ 4 - 1 3 കിട്ടി. ഇത് എഴുതുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എഴുതാതെ ഇങ്ങനെ എഴുതുക. ഓക്കെ, -3 to 3 ഇങ്ങനെ എഴുതുക. ഓക്കെ, -3 to +3
ഇങ്ങനെ എഴുതി വെക്കാം. ഓക്കെ, സബ്ഷെല്ലിൻ്റെ നമ്പർ ഇങ്ങനെ എഴുതി വെക്കാം. -3 to +3 എന്ന് എഴുതി വെക്കാം ആദ്യം തന്നെ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നമ്മുടെ എന്താ പറയുക, നമ്മുടെ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, സബ്ഷെല്ലിൻ്റെ അതായത് അസിമുത്തൽ കോണ്ടന്റ് നമ്പർ നിങ്ങൾ എഴുതുന്ന സമയത്ത് -3 to +3 എന്ന് എഴുതി വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും നമ്മുടെ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. എന്താ നമ്മുടെ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി കുറച്ചും കൂടി എളുപ്പം. പിന്നെ എന്താ ചെയ്യേണ്ടത്, നമ്പർ ലൈൻ മാത്രം വരക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. നമ്പർ ലൈൻ വരക്കുക, അതിനുശേഷം അതിൽ വരുന്ന കാര്യങ്ങളങ്ങ് എഴുതാം. ഓക്കെ, ഇങ്ങനെ നമ്പർ ലൈനൊക്കെ വരച്ച് എഴുതുമ്പോൾ ടീച്ചേഴ്സിന് മനസ്സിലാവും നിങ്ങൾ കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് എഴുതുന്നുള്ളതെന്ന് ടീച്ചേഴ്സിന് മനസ്സിലാവും. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് മാർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ 2 മാർക്കുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ വെറും -3 to +3 എന്ന് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് വലിയ മാർക്കൊന്നും കിട്ടില്ല. ഓക്കെ, മീൻസ് 2 മാർക്കുള്ള ക്വസ്റ്റ്യൻ -3 to +3 അതിൽ വലിയ മാർക്ക് ഇടാനുള്ള ഇതൊന്നുമില്ല. അപ്പം അതിന് ടിക്കറ്റ് 1 മാർക്ക് ഇട്ട് വരും. ഓക്കെ, പകരം നിങ്ങൾ ഈ നമ്പർ ലൈനൊക്കെ വരച്ചിട്ടാണ് നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിന് തോന്നും ഈ കുട്ടിക്ക് കുറച്ചും കൂടി അറിയാം. അപ്പോൾ 2 മാർക്കിനുള്ള വകയുണ്ട് ഇതിൽ, നമ്പർ ലൈൻസ് വരച്ചിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 2 മാർക്ക് തന്നെ തരും. ഓക്കെ, ഇതാണ് ഈസി വേ. ഇവിടെ ഈസി വേ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. n = വിച്ച് ഷെൽ. ഓക്കെ, മെയിൻ ഷെല്ലാണ് ഉദ്ദേശിക്കുന്നത്. l = വിച്ച് ഷേപ്പ്. വിച്ച് ഷേപ്പ് എന്ന് പറഞ്ഞാൽ സബ് ഷെല്ലാണോ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഷേപ്പ് നമ്മൾ നോർമൽ സബ് ഷെൽ എന്നാണ് പറയല്. ഓക്കെ, m = വിച്ച് ഡയറക്ഷൻ. ഓക്കെ, ഏത് ഡയറക്ഷനിലേക്കാണ്. ഓക്കെ, കഴിഞ്ഞു. ഇത് ഈ 3 കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കുക. NLM ഓർത്ത് വെക്കുക. ഓക്കെ, n എന്താണ് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ, L എന്താണ് അസിമുത്തൽ കോണ്ടന്റ് നമ്പർ, M എന്താണ് മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ. ഓക്കെ, ഇത് ഇത്ര ഓർത്ത് വെക്കുക. ഇവിടെ ഞാൻ ഓൾറെഡി ഒരു നമ്പർ ലൈൻ കാണിച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇവിടെ ഒരു നമ്പർ ലൈൻ അവിടെ ഇങ്ങനെ വെറുതെ കാണിച്ചിട്ടുണ്ട്. ഇതൊന്ന് ഓർത്ത് വെക്കാണേ. ഓക്കെ, ഇതിൻ്റെ ഇക്വേഷനാണ്. ഇതിൻ്റെ ഇക്വേഷനും കാര്യങ്ങളായിരുന്നു ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പറിൻ്റെ ഈ ഒരു ബോക്സും അതുപോലെ തന്നെ അസിമുത്തൽ കോണ്ടന്റ് നമ്പറിൻ്റെ ഈ ഒരു ബോക്സും അതുപോലെ തന്നെ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പറിൻ്റെ ഈ ഒരു ഇക്വേഷനും അതുപോലെ തന്നെ അസിമുത്തൽ കോണ്ടന്റ് നമ്പറിൻ്റെ ഈ ഒരു ഇക്വേഷനും നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, ഇത്ര കാര്യങ്ങൾ ഇതിൽ മെയിനായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പേജിൽ പോകാം. ഓക്കെ, ഇവിടെ നമുക്ക് എക്സാമ്പിൾസ് ആണ് തന്നിട്ടുള്ളത്. എക്സാമ്പിൾസ് ആയിട്ട് ഇവിടെ നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് എങ്ങനെ ചെയ്യുന്നതെന്ന്. ഓക്കെ, എ ഇലക്ട്രോൺ പ്രസൻറ്റ് ഇൻ കെ ഷെൽ സ്റ്റേറ്റ് ഇറ്റ്സ് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ ഓഫ് ദി ഷെൽ. അതായത് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പറാണ് നമ്മളോട് പറയാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മളോടോ അല്ലേ, നമ്മളവിടെ കണ്ടു കെ എന്ന് പറഞ്ഞാൽ ഏതാണ് 1. ഓക്കെ, പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ 1 കഴിഞ്ഞിടാ പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ഇലക്ട്രോൺ ഹാവ് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ 3 വിച്ച് ഈസ് ഇറ്റ്സ് സബ്ഷെൽ. സബ്ഷെൽ ഏതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതും വലിയ പണിയുണ്ടോ? ഇല്ലടാ. ഓക്കെ, ഏതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? 3 എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് ഷെല്ലാന്ന് നോക്കാം. ആദ്യം മെയിൻ ഷെല്ല് ഏതാണ്? പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ 3 കെ അല്ല. ഓക്കെ, എൽ അല്ല, എം ഷെല്ല്. ഓക്കെ, ഇത് എം ഷെല്ലിലാണ് ഉള്ളത്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സബ് ഷെല്ല് കണ്ടുപിടിക്കാൻ നമുക്കറിയാം 3 - 1, അതായത് n-1 എന്നുള്ള ഇക്വേഷൻ നമ്മളിവിടെ അപ്ലൈ ആക്കി. അതിനുശേഷം നമുക്കിവിടെ എത്ര വാല്യൂ കിട്ടി? 2 എന്നുള്ള വാല്യൂ കിട്ടി. 2 ഏത് ഷെല്ലാടാ? 2 ഏത് സബ് ഷെല്ലാണ്? ഡി. ഓക്കെ, ഡി സബ് ഷെല്ലാണ് അസിമുത്തൽ കോണ്ടന്റ് നമ്പർ 2 വരുന്നത്. ഏതിനാണ്? ഡി സബ് ഷെല്ലിനാണ് അസിമുത്തൽ കോണ്ടന്റ് നമ്പർ 2 വരുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ഇലക്ട്രോൺ പ്രസൻറ്റ് ഇൻ ഡി സബ് ഷെൽ ഹിയർ വാട്ട് ഈസ് എൽ. ഓക്കെ, വാട്ട് ഈസ് എൽ, അതായത് ഡി സബ് ഷെല്ലാണ് നമ്മളോട് പറഞ്ഞു. ഓക്കെ, ഇത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അസിമുത്തൽ കോണ്ടന്റ് നമ്പർ കണ്ടുപിടിക്കാൻ. എടാ നമ്മൾ അതന്നെയല്ലോ ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. 2 അല്ലേ? 2 അങ്ങ് എഴുതി വെക്കുക. L = 2. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഇലക്ട്രോൺ ഹാവ് L = 3 ഫൈൻഡ് M. എടാ ഇത് കുറച്ചും കൂടി ഡിഫിക്കൾട്ടാണല്ലോടാ അല്ലേ. മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പറാണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ L = 3 ആണ് നമുക്കറിയാം. L = 3 നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ മുമ്പേ പറഞ്ഞു L = 3 എന്ന് പറഞ്ഞാൽ അതെന്താണ് അർത്ഥം? -3 to 3. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്പർ ലൈൻ വരക്കും. ഓക്കെ, 0 -1 -2 -3, അതുപോലെ തന്നെ +1 +2 ആൻഡ് +3 വരച്ചു. നമ്പർ ലൈൻ വരച്ചു, എണ്ണി. ഓക്കെ, -3 -2 -1 +1 +2 ആൻഡ് +3. ഓക്കെ, നമ്പർ ലൈൻ വരച്ചു. ഇനി നമ്മൾ ഇതിൻ്റെ എലമെൻറ്റ്സ് ആണ് 1 2 3 4 5 6 7. ഓക്കെ, 7 എലമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, 7 എലമെൻറ്റ്സ്. ഓക്കെ, 7. അപ്പോൾ M = 7. നമുക്കിവിടെ M = 7 എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് അതും കിട്ടി. ഓക്കെ, ഇനി
നമ്മളോട് നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് എന്താണ്? എ ഇലക്ട്രോൺ പ്രസൻറ്റ് ഇൻ എം ഷെൽ ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് എൻ എൽ ആൻഡ് എം. എമ്മിൻ്റെ എൻ എന്താടാ? എമ്മിൻ്റെ എൻ, അതായത് എമ്മിൻ്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്താണ്? നമുക്കറിയാം കെൻ്റെ 1, അതേപോലെ എല്ലിൻ്റെത് 2, എമ്മിൻ്റെ 3. ഓക്കെ, 3, എം ഈക്വൽ ടു 3. ഇനി ഫൈൻഡ് ഇറ്റ്സ് എൽ. ഓക്കെ, എൽ എന്താണ്? എൽ ഈക്വൽ ടു എത്രയാണ്? എൽ എന്താണ്? എൻ മൈനസ് 1. ഓക്കെ, എൻ മൈനസ് 1 എത്രയാണ്? 2 അല്ലേ? എൻ മൈനസ് 1, 3 മൈനസ് 1 ഈക്വൽ ടു 2. അത് നമുക്ക് കിട്ടി. അതേതാണ്? ഡി സബ്ഷെൽ. ഓക്കെ, ഡി സബ്ഷെൽ. ഓക്കെ, മെയിൻ സെല്ലിൻ്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 3 ആണ്, അസിമുത്തൽ ക്വാണ്ടം നമ്പർ 2 ആണ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ കിട്ടേണ്ടത്? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും ഒരു നമ്പർ ലൈൻ വരച്ചു, 0 അടയാളപ്പെടുത്തി. ഇവിടെ എത്ര? 2 അല്ലേ നമുക്ക് കിട്ടിയ വാല്യൂ? ഓക്കെ, -2 to +2 ആണ്. ഓക്കെ, -2 to +2, -2 -1, അതേപോലെ +1 +2. നമുക്ക് ഇവിടെ എത്ര എലമെൻറ്റ്സ് നോക്കാം? 1 2 3 4 5, 5 എലമെൻറ്റ്സ്. അപ്പോൾ ഇവിടെ എം ഈക്വൽ ടു എത്രയാണ്? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഈക്വൽ ടു 5. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞടാ. ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതൊന്ന് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ, ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്ത എന്തെങ്കിലും കാര്യങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കുക, ഞാൻ അതിന് റിപ്ലൈ തരാം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞിട്ട് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കുവാണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കുവാണ്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ് മക്കളെ? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് ദി അറേഞ്ച്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഡിഫറെൻറ്റ് സബ്ഷെൽസ്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ഷെല്ലിൽ നമ്മുടെ ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതാണ് നമ്മൾ പറയുന്നത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമ്മൾ പറഞ്ഞു എസ്, ബി, ഡി ആൻഡ് എഫ്, ഇത് നമ്മുടെ സബ്ഷെൽസ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമുക്ക് അറിയാം. ഓക്കെ, ഈച്ച് ഷെൽ ഈസ് ഡിവൈഡഡ് ഇൻ ടു 1 or more സബ്ഷെൽസ്. അതെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈച്ച് മെയിൻ ഷെൽ, അതായത് KLM ഇല്ലേ, KLM എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്നോ അതിലധികമോ സബ്ഷെല്ലുകളായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ പോളിമർ പഠിച്ചില്ലടാ, പോളിമർ ഇതായിട്ട് കമ്പയർ ചെയ്യല്ലേ, കമ്പയർ ചെയ്യും. ചില കാര്യങ്ങൾ നമുക്ക് കമ്പയർ ചെയ്യാം. ഓക്കെ, അതായത് കുറേ സബ്ഷെല്ലുകൾ, അതായത് 4 സബ്ഷെല്ല് കൂടുമ്പോഴാണ് ഒരു മെയിൻ ഷെല്ല് ഉണ്ടാകുന്നത്. ഓക്കെ, 4 മെയിൻ ഷെല്ല് കൂടുമ്പോഴാണ് എന്താ ഉണ്ടാകുന്നത്? അതായത് ഈ ന്യൂക്ലിയസിന് ചുറ്റും 4 മെയിൻ ഷെല്ലുകൾ കൂടുമ്പോൾ എന്തുണ്ടാകുന്നത്? നമുക്കൊരു ആറ്റം ഉണ്ടാകുന്നത്. ഓക്കെ, ഒരു ആറ്റം ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ സബ്ഷെല്ലുകൾ. ഓക്കെ, ആൻഡ് ഇലക്ട്രോൺ ഫിൽ ദിസ് സബ്ഷെൽ അക്കോർഡിംഗ് ടു സ്പെസിഫിക് റൂൾസ്. ചില സ്പെസിഫിക് റൂൾസ് കാരണമാണ് നമ്മുടെ ഇലക്ട്രോൺസ് അതിൽ ഫില്ല് ചെയ്യുന്നത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിന് ഒരു റൂളാണ് ഓഫ് ബ പ്രിൻസിപ്പിൾ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പേര് ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് ഇപ്പോൾ +2 സയൻസ് എടുക്കുന്ന കുട്ടികളാണെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അതിൽ കുറച്ചും കൂടി കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് +2 ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ ഇതാണ് മക്കളെ ആ റൂള് വലിയ കാര്യമായിട്ട് നിങ്ങളിപ്പോൾ പഠിക്കൊന്നും വേണ്ട. ആ റൂളിനെ ഞാനിവിടെ ചുരുക്കിയിട്ടാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, S = 2, അതായത് എസ് സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺ മാത്രമേ കൊള്ളുള്ളൂ. ഓക്കെ, P = 6, അതായത് P സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് കൊള്ളും? 6 ഇലക്ട്രോൺസ് നമ്മളെ P സബ്ഷെല്ലിൽ കൊള്ളും. ഓക്കെ, അതുപോലെ D സബ്ഷെല്ലിൽ എത്ര എണ്ണം കൊള്ളും? 10 ഇലക്ട്രോൺസ് നമ്മുടെ D സബ്ഷെല്ലിൽ കൊള്ളും. അതേപോലെ F സബ്ഷെല്ലോ 14 ഇലക്ട്രോൺസ് കൊള്ളും. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, ഇതുണ്ടല്ലോ, ഈ കാര്യങ്ങൾ ഇതൊന്നും നിങ്ങൾ ബൈഹാർട്ടാക്കി പഠിച്ച് വെച്ചാൽ മതി. കഴിഞ്ഞ പരിപാടി. ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, ഇത് വലിയ മലമറിക്കുന്ന കാര്യമൊന്നുമല്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഓർഡർ ഓഫ് ഫില്ലിംഗ് എന്ന് പറയുന്നത് ഓഫ് ബ പ്രിൻസിപ്പിൾ, അത് ഞാൻ പറഞ്ഞു. അത് നിങ്ങൾക്ക് ഇപ്പോൾ വലിയ കാര്യമായിട്ട് പഠിക്കാനൊന്നുമില്ല. ഓക്കെ, ഈ ഫില്ലിങ്ങിൻ്റെ ഓർഡറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഓർഡർ പഠിച്ചു നോക്കുക. ഓക്കെ, ഈ എന്താ നമ്മുടെ 5s to 4d10 വരെയുള്ള ഈ ഓർഡറെങ്കിൽ നിങ്ങൾ പഠിച്ചു നോക്കണം. ഓക്കെ മക്കളെ. ഓക്കെ, 5s to 4d10 വരെയുള്ള ഇത്ര ഓർഡർ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. കാരണം ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, 1s to 2s to 2p6, 3s to 3p6, 4s to 3d10, 4p6, 5s to and 4d10. ഇതങ്ങ് ഓർത്ത് വെക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളും ഓർത്ത് വെക്കുക. ഇലക്ട്രോൺ ഫില്ലിങ് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹൈഡ്രജൻ 1s1, അതായത് ഹൈഡ്രജൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ് മക്കളെ? ഓക്കെ, ഈ ഇലക്ട്രോൺ ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ ആറ്റോമിക് നമ്പറിനനുസരിച്ചിട്ടാണ്. നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓർ പ്രോട്ടോൺസ്,
അതാണ് നമ്മുടെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ 1s1 ഹൈഡ്രജൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ് മക്കളെ? ഹൈഡ്രജൻ്റെ ആറ്റോമിക് നമ്പർ 1 ആണെന്ന് നമുക്കറിയാം. ഹൈഡ്രജൻ്റെ ആറ്റോമിക് നമ്പർ 1 ആണ്. ഓക്കെ, ആറ്റോമിക് നമ്പർ 1 ആണ്. ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ്. ഹൈഡ്രജന് ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ഇതുപോലത്തെ ഒരു ന്യൂക്ലിയസ് ഉണ്ട് ഹൈഡ്രജന്. അതുപോലെ തന്നെ ഒരു സെല്ലും ഉണ്ട്. ഓക്കെ, ഇതിലിങ്ങനെ ഒരു ആറ്റം ഉണ്ട്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ 1s1. ഈ 1s1 എന്ന് പറയുന്നത് എന്ന് പറയുന്നത് സബ്ഷെല്ലിൻ്റെ എണ്ണമാണ്. ഓക്കെ, സബ്ഷെൽ ആദ്യത്തെ സബ്ഷെൽ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 1s എന്ന് പറയുമ്പോൾ ആദ്യത്തെ സബ്ഷെൽ. 1s പറയുമ്പോൾ ആദ്യത്തെ സബ്ഷെൽ, ഒന്നാമത്തെ സബ്ഷെൽ. അതിൻ്റെ മുകളിലാണ് ഇങ്ങനെയാണ് എഴുതുക 1s1. ഓക്കെ, ഇങ്ങനെ നമ്മൾ എഴുതുക. ഇതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഇത് ആദ്യത്തെ സബ്ഷെല്ല്. ഓക്കെ, ആദ്യത്തെ സബ്ഷെല്ല് ഏതാണ്? എസ് സബ്ഷെല്ല്. അതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഒരു ഇലക്ട്രോൺ. ഇങ്ങനെയാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, ഇതെന്താണ്? ആദ്യത്തെ സബ്ഷെല്ല്. ഓക്കെ, ആദ്യത്തെ സബ്ഷെല്ലാണ്. അതിൽ ഏത് സബ്ഷെല്ലാണ്? എസ് സബ്ഷെല്ല്. എസ് സബ്ഷെല്ല് ഏതാണ്? എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഒരു ഇലക്ട്രോൺ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞു. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതുപോലെ തന്നെയാണ് മക്കളെ അടുത്തത് 1s2 2s2 2p6 അല്ല 2p2 അല്ലേ അടുത്തത്. ഓക്കെ, 1s2 2s2 2p2. അപ്പോൾ ന്യൂക്ലിയസ്, അത് നമ്മൾ ന്യൂക്ലിയസ് വരച്ചു. അതേതാണ്? കാർബണിൻ്റെത്. കാർബൺ എത്ര ആറ്റോമിക് നമ്പർ എത്രയാണ്? 6. ഓക്കെ, കാർബൺ 6. ആ ന്യൂക്ലിയസ് വരച്ചു. ഇതാണ് 1s. അതിനുശേഷം വരുന്നതാണ് 2s. ഓക്കെ, രണ്ടാമത്തെ എസ് ഓർബിറ്റ്. ഓക്കെ, രണ്ടാമത്തെ എസ് ഓർബിറ്റിൽ. അതിനുശേഷം 2p. ഓക്കെ, ഇതാണ് നമ്മുടെ പി ഓർബിറ്റൽ. ഓക്കെ, പി ഓർബിറ്റൽ. ശേഷം ഇവിടെ ഫില്ലിംഗ് നടക്കുകയാണ്. 1s പി ഓർബിറ്റലിൽ എത്ര ഇലക്ട്രോൺസ് ഉള്ളത്? 2 ഇലക്ട്രോൺസ്. ഓക്കെ, 2 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തു. 1s എത്ര ഇലക്ട്രോൺസ് ഉള്ളത്? 1s 2 ഇലക്ട്രോൺസ്. ഓക്കെ, 2 ഇലക്ട്രോൺസ് ഇവിടെയും ഫില്ല് ചെയ്തു. 2s എത്ര ഇലക്ട്രോൺസ് ഉള്ള? 2 ഇലക്ട്രോൺസ്, അതും ഫില്ല് ചെയ്തു. ഓക്കെ, ഇങ്ങനെ വരും. ഓക്കെ, ഇതാണ് നമ്മുടെ കാർബണിൻ്റെ മോഡൽ. ഓക്കെ, ഇനി അതുപോലെ തന്നെയാണ് മക്കളെ മറ്റതും ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, മറ്റു കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുന്നത് അങ്ങനെയാണ്. ഓക്കെ, ഇത് മനസ്സിലാക്കാൻ ജസ്റ്റ് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് പേജിൽ ഒരു ചിത്രമുണ്ട്. അത് നോക്കി വെച്ചാൽ നിങ്ങൾക്ക് അത് കറക്റ്റ് മനസ്സിലാവും എങ്ങനെയാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഫില്ലിംഗ് മോഡൽ ഓഫ് ഷെൽ. ഇത് നിങ്ങൾക്ക് +2ലാണ് കേട്ടോ മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഫില്ലിംഗ് മോഡൽ ഓഫ് ഷെൽ, എങ്ങനെയാണ് ഷെല്ലിൽ ഫില്ല് ചെയ്യുന്നത്. അതായത് ഇത് നിങ്ങൾ പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ ഇത് നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഓർബിറ്റിൽ ഫില്ല് ചെയ്യുന്നുള്ളതെന്ന്. അതായത് 1s2 2s2 എത്ര ഇലക്ട്രോൺസ് ഉള്ളത്? ഇത് നെറ്റ്വർക്കിൻ്റെ ചിഹ്നമല്ല കേട്ടോ, നമ്മുടെ ഫോണിലൊക്കെയുള്ള നെറ്റ്വർക്കിൻ്റെ ആ ചിഹ്നം അല്ല. അത് നമ്മുടെ ഇലക്ട്രോണിനെ സൂചിപ്പിക്കുന്ന ചിഹ്നമാണ്. ഓക്കെ, ഇതിൽ എത്ര ഇലക്ട്രോൺസ് ഉള്ളത്? 2 അല്ലേ? 2 ഇലക്ട്രോൺസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഏതൊക്കെയാണ് അത്? ഇതുകൊണ്ടേ ലെയർ സെലക്ട് ആക്കാൻ പോയി. ഏതൊക്കെയാണ് അതിൽ? 1 2. ഇവിടെ 2 ഇലക്ട്രോൺസ് നമുക്ക് കാണാം അല്ലേ? 2 ഇലക്ട്രോൺസ് ഉണ്ട്. അതുപോലെ തന്നെ 2s2 ഇവിടെ 2 ഇലക്ട്രോൺസ്. 2p6 ഇവിടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6. 3d10. ഓക്കെ, ഇവിടെ 10 ഇലക്ട്രോൺസ് ഇല്ലേ? അതായത് ഒരു ഷെല്ലിലെ ഫില്ലാകുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇതൊക്കെ ഒരു ഷെല്ലാണ് കേട്ടോ. ഇതൊരു ഷെല്ല്, ഇതൊരു ഷെല്ല്, ഇതൊരു ഷെല്ല്, ഇത് മൊത്തം ഒരു ഷെല്ല്, അതുപോലെ തന്നെ ഇതും മൊത്തം ഒരു ഷെല്ലാണ്. ഓക്കെ, ഇതിൽ നമ്മൾ 2 ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ ഇലക്ട്രോൺസ്. ഓക്കെ, ഇതാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് ജനറൽ റെപ്രസെൻറ്റ് ചെയ്ത്. ഇപ്പോൾ നിങ്ങൾ കാര്യമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് +2ലാണ് പഠിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും എങ്ങനെയാണ് ഇലക്ട്രോൺസ് ഫില്ലാകുന്നതെന്ന്. ഓക്കെ, അത് നമുക്കൊരു ക്വസ്റ്റ്യൻ തരും. എ കോമ്പൗണ്ട് ഹാവ് ആറ്റോമിക് നമ്പർ 8. 8 ഏതാടാ? നമ്മുടെ ഓക്സിജൻ അല്ലേ 8? ഓക്കെ, ആറ്റോമിക് നമ്പർ 8 ഏതാ? ഓക്സിജന്. ഓക്കെ, ഓക്സിജൻ നമ്മളെ ആറ്റോമിക് നമ്പർ 8. ദെൻ റൈറ്റ് ഇറ്റ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഇതാ പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെ എഴുതുക? 1s2 2s2 2p4 അല്ലേ? 1s എത്ര ഇലക്ട്രോൺസ് ഫില്ലായി? 2 ഇലക്ട്രോൺസ് ഫില്ലായി. അവിടെ ഇനി വേറെ ഇലക്ട്രോൺസ് ഫില്ലാവോ? ഇല്ല. നെക്സ്റ്റ് 2 ഇലക്ട്രോൺസ് എവിടെ ഫില്ലായി? 2s ഫില്ലായി. ഓക്കെ, 2sലും 2 ഇലക്ട്രോൺസ് ഫില്ലായി. ഓക്കെ, അതിനുശേഷം അവിടെ വേറെ ഇലക്ട്രോൺസ് ഫില്ലാവോ? എസ് സബ്ഷെല്ലിൽ നമ്മൾ പഠിച്ചു 2 ഇലക്ട്രോൺസിന് മാത്രമേ ഫില്ല് ചെയ്യാൻ പറ്റൂ. ഓക്കെ, 1sലും 2 ഫില്ലായി, 2sലും 2 ഫില്ലായി. ഇനി 2pയിൽ എത്ര ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാം? മാക്സിമം 6 ഫില്ല് ചെയ്യാം. പക്ഷേ ഇവിടെ 6 ഇലക്ട്രോൺസ് ഇല്ല, അതുകൊണ്ട് എത്ര ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തു? 4 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തു. കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു. അപ്പോൾ 1s2 2s2 2p4 കഴിഞ്ഞു. ഇനി നമ്മളിവിടെ കൊടുത്തിരിക്കുന്നതാണ് ഫൈൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദി ഗിവൺ കോമ്പൗണ്ട്സ്. ദി ഗിവൺ കോമ്പൗണ്ട്സിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെ എത്ര? എന്നെ 11 പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആറ്റോമിക് നമ്പർ എത്രയാണ്? 11. അപ്പോൾ എന്നെ നമുക്ക് എഴുതാം. എന്നെ ഈക്വൽ ടു
1s2 ഓക്കെ 1s2 2s2 2p എത്രയാടാ 11 2p6 ഓക്കെ ഇപ്പോൾ എത്ര ഇലക്ട്രോൺസ് ഫില്ലായി 10 ഇലക്ട്രോൺസ് ഇവിടെ ഫില്ലായി ഓക്കെ 10 ഇലക്ട്രോൺസ് ഇവിടെ ഫില്ലായി ഇനി ഒരു ഇലക്ട്രോൺ അവിടെ ബാക്കിയില്ലേ ഒരു ഇലക്ട്രോൺ അവിടെ ബാക്കിയുണ്ട് അപ്പോൾ 1s2 2s2 2p6 ഇനി നെക്സ്റ്റ് വരുന്ന ഏതാണ് പി കഴിഞ്ഞാൽ എസ് അതിൽ 3s ഓക്കെ 1s2 2s2 2p6 3s ഓക്കെ 3s ഓക്കെ 3s1 ഇത് നമ്മുടെ സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഓക്കെ ഇനി നമുക്ക് നോക്കാം എംജിൻ്റെ 12 ആണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അതിനുശേഷം എംജിനെ നമ്മൾ ചെയ്യാം ഓക്കെ 1s2 2s2 2p6 ഇപ്പോൾ എത്ര ഇലക്ട്രോൺസ് ആടാ ഇവിടെ 10 ഇലക്ട്രോൺസ് ആയില്ലേ ഈ 10 ഇലക്ട്രോൺസ് പ്ലസ് 3s എസിൽ എത്ര എണ്ണം ഫില്ല് ചെയ്യാം മാക്സിമം 2 എണ്ണം 3s2 12 ആയില്ലടാ 12 ആയി ഓക്കെ അതും കഴിഞ്ഞു ഇനി BE4 ഓക്കെ ബെറിലിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ് 4 BE4നെ നമുക്ക് ചെയ്യാം 1s2 ആൻഡ് 2s2 ഫില്ലായി ഇത്രയേ ഉള്ളൂടാ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു ഓക്കെ 4 ഇലക്ട്രോൺസേ ഉള്ളൂ 1sലും 2sലും 2 ഇലക്ട്രോൺസ് വെച്ച് ഫില്ലായി പിന്നെ ഇനി ഇലക്ട്രോൺസ് ഫില്ലാവാനില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ നോക്കാം നെക്സ്റ്റ് എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത് പെക്യുലാരിറ്റി ഓഫ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ CU ഓക്കെ ഇത് നമ്മൾ നാളെ എടുക്കും ഓക്കെ അപ്പോൾ ഇത്രയും വരെ പഠിപ്പിച്ച കാര്യങ്ങൾ നന്നായി പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ ഇത് നമ്മൾ നാളെ എടുക്കും ഈ കാര്യം നമ്മൾ നാളെ കുറച്ചും കൂടി ഇതിനെ ക്ലിയറായി പറഞ്ഞു തരാനുണ്ട് ഒരു 15 മിനിറ്റിൻ്റെ വീഡിയോ ഇതിന് തന്നെ വേണ്ടി വരും അപ്പോൾ അതെടുത്താൽ കുറച്ചും കൂടി ടൈം അധികമാവും ഓക്കെ ടൈം കുറച്ചും കൂടി കൂടും ലെങ്ത്ത് കൂടും വീഡിയോൻ്റെ അതുകൊണ്ട് ഇപ്പോൾ ഇത്രയും നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുക ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് പഠിച്ചു വെച്ചാലേ നമുക്കിനി മുമ്പോട്ട് പോകാൻ പറ്റൂ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം ഈ കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല ഒന്നും കൂടി അത് പറഞ്ഞുതരണം എന്ന് പറഞ്ഞാൽ ഞാനത് പറഞ്ഞുതരാം ഓക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ വേണമെങ്കിൽ ചെയ്യാം കുറേ ആൾ മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനോട്ടൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം ഓക്കെ വേണമെങ്കിൽ ഞാൻ എൻ്റെ എന്താ പറയുക ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഓക്കെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് വേണം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിൽ ജോയിൻ ആവുന്നവർ അതിൽ ജോയിൻ ആയിട്ട് അങ്ങനെ ചെയ്യാം ഓക്കെ അതിൽ നമ്മൾ നോട്ട്സൊക്കെ ഇടുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നോട്ട്സ് വേണമെങ്കിൽ എന്നോട് പറയണം കേട്ടോ ഓക്കെ ആർക്കെങ്കിലും നോട്ട്സ് വേണമെങ്കിൽ എന്നോട് പറയണേ ഓക്കെ ഇതിൻ്റെയൊക്കെ ഷോർട്സ് ക്യാപ്സ്യൂളായിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോർട്ടായിട്ടുള്ള നോട്ട്സ് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഓക്കെ ക്വിക്ക് റിവേഴ്സ് നോട്ട്സ് എന്ന് നമ്മളതിന് പറയാം ഓക്കെ അത് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാനത് നിങ്ങൾക്ക് ചെയ്തു തരാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഞാൻ ഇടുന്ന വീഡിയോ കണ്ടൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇറ്റ്സ് മീ പ്രജ്വൽ സൈനിങ് ഓഫ് താങ്ക്